നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ജീവൻ നഷ്ടപ്പെട്ടു പോയി. ആമേൻ. അങ്ങനെയുള്ള വിഷയത്തിൽ ആരെങ്കിലും ഭാരപ്പെടുന്നവരുണ്ടോ? 2 തരത്തിലുള്ള ജീവനുണ്ട്. ആത്മീക ജീവനും ഉണ്ട്, ഭൗതിക ജീവനും ഉണ്ട്. ജീവൻ ഉണ്ടെങ്കിലും ആമേൻ മരിച്ചിരിക്കുന്ന പോലെ അവസ്ഥയിലായിരിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ട്. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം, ഈ മെസ്സേജ് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ തന്നെ ഒരു വലിയ ജീവൻ നിങ്ങളുടെ മേൽ കൽപ്പിച്ചു തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. വായിക്കാം 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 35-ാമത്തെയും 36-ാമത്തെ വാക്യം. അവൻ ഇറങ്ങി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നിട്ട് പിന്നെയും കയറി അവൻ്റെ മേൽ കവിണ്ണു കിടന്നു. അപ്പോൾ ബാലൻ 7 പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു. അവൻ ഗേഹസിയെ വിളിച്ചു, ശൂനേംകാരത്തിയെ വിളിക്കായെന്ന് കൽപ്പിച്ചു. അവൻ അവളെ വിളിച്ചു. അവൾ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ, നിന്റെ മകനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അവൾ അകത്തിയെന്ന് അവൻ്റെ കാൽക്കൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു തൻ്റെ മകനെ എടുത്തുകൊണ്ടുപോയി. നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കിട്ടുന്നു. ഈ ഭാഗം നമുക്ക് നല്ലവണ്ണം അറിയാം. ദൈവപുരുഷനെ സഹായിക്കുന്ന ഒരു ശൂനേംകാരത്തി, അവൾക്കെല്ലാം ഉണ്ടെങ്കിലും ആവശ്യമുള്ളതില്ല. അടുത്തൊരു തലമുറയുടെ ജനനം കാണാൻ കഴിയാതെ, അല്ലെങ്കിൽ അവളുടെ ഭീമമായ സമ്പത്ത് ആരിലേക്ക് കൊടുക്കുമെന്നുള്ള ആ ഒരു പ്രയാസത്തിൽ അവളായിരിക്കുമ്പോഴാണ് ദൈവപുരുഷൻ ഒരു നിയോഗത്തോടൊരു ശബ്ദം പറയുകയാ, അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ നീ ഒരു മകനെ അണച്ചുകൊള്ളും. ദൈവപുരുഷനാണെന്നറിയാം, അഭിഷക്തനാണെന്നറിയാം. പക്ഷേ ഈ വാക്ക് ശൂന്യകാലത്തേക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും നമ്മുടെ ദൈവം പറയുന്ന ദൈവം മാത്രമല്ല, ചെയ്യുന്ന ദൈവം കൂടെയാണെന്ന് അവിടെ തെളിയിക്കുവാനിടയായി തീർന്നു. അടുത്ത വർഷം ആ കുഞ്ഞിനെ അവരണയ്ക്കുന്ന അനുഭവത്തിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു. നമുക്കറിയാം, ഒരു ജനനം സംഭവിച്ചു കഴിയുമ്പോഴാണ് എല്ലാ മേഖലകളിലും ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. നിങ്ങളുടെ ഭവനത്തിനകത്തൊരു വാക്തത്വ തലമുറ ഉണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ, നന്മകൾ ആത്മീക മേഖലയിലും ഭൗതിക മണ്ഡലത്തിലൊക്കെ നിങ്ങൾക്ക് കടന്നു വന്നിരിക്കും. തലമുറകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു. ഒരു വാക്തത്വ തലമുറയെ ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. ഉദരത്തിൽ തലമുറകളെ വഹിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞു. ഈ നാളുകളിൽ ഒരത്ഭുതം നിങ്ങളുടെ ജീവിതത്തിനകത്ത് കാണാനായിട്ട് പോകുകയാണ്. ഹല്ലേലൂയ. വലിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടായെങ്കിലും ആ ഭവനത്തിൻ്റെ, ആ ദേശത്തിൻ്റെ, ആ കുടുംബത്തിൻ്റെ ഒരു ശാപം ആ കുഞ്ഞിനെ പിന്നെയും വിട്ടില്ല. എൻ്റെ തല എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞു മരണത്തിനായിട്ട് ഏൽപ്പിക്കുകയാണ്. അവിടെയാണ് ആ സഹോദരിയുടെ സംയമനം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അയ്യോ, ഇതെന്തോ പറ്റിയേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ച് ആളെ കൂട്ടാതെ അവൾ നേരെ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ദൈവപുരുഷൻ്റെ മുറിയിൽ കൊണ്ട് കിടത്തിയിട്ട് നേരെ എവിടെ പോകുകയാ? കർമ്മേലിൽ ഏലീശായുടെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ്. നിങ്ങൾ ആ ഭാഗം ഒന്ന് പഠിക്കണം. ആ സഹോദരി എത്രമാത്രം സംയമനത്തോട് ആ വിഷയത്തെ ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഹസ്ബൻഡിനോട് പോലും പറഞ്ഞില്ല. ആമേൻ. അവിടെ ചെന്ന് ദൈവപുരുഷൻ്റെ കാൽക്കൽ പിടിച്ച് പൊട്ടി കരയുന്ന, വിങ്ങി കരയുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. മനോവേദന വന്നു കഴിഞ്ഞാൽ പരിസരം നോക്കത്തില്ല കേട്ടോ. ഗേഹസി അവളെ പിടിച്ചു മാറ്റാനൊക്കെ ചെന്നപ്പോൾ എലീശ പറയും, വിട്, അവള് അത്രമാത്രം വേദനയിലൂടെ പോകുന്നത്. അത് യഹോവ എന്നെ അറിയിക്കാതിരിക്കുകയാണ്. നോക്കിയേ, എലീശായെ ദൈവം അത് അറിയിച്ചില്ല. എന്താ അതിൻ്റെ റീസൺ? എന്താ അതിൻ്റെ കാരണം? രാമ്യ അരമനയ്ക്കകത്തു പോലും നടന്ന ഗൂഢാലോചനകളെ വെളിപ്പെടുത്തുവാൻ എലീശായിക്ക് ദൈവനിയോഗത്താൽ കഴിഞ്ഞെങ്കിൽ ഈ ഭവനത്തിൽ അവൻ്റെ പ്രാർത്ഥനയിലൂടെ ലഭിച്ച ഈ തലമുറയുടെ വിഷയം ദൈവം വെളിപ്പെടുത്തത്തില്ലേ? എല്ലാ കാര്യമൊന്നും എല്ലാവർക്കും ഒന്നും ദൈവം വെളിപ്പെടുത്തത്തില്ല കേട്ടോ. പക്ഷേ എലീശായിക്ക് ദൈവം വെളിപ്പെടുത്തിയായിരുന്നെങ്കിൽ അവൻ പ്രാർത്ഥിച്ചേനെ ആ കുഞ്ഞ് മരണപ്പെടത്തില്ല. എന്നാൽ ഏലിയാവിൽ നിന്നുള്ളൊരു ഇരട്ടി പങ്കിൻ്റെ പുതപ്പ് അവൻ്റെ മേൽ കിടക്കുകയാണ്. ഏലിയാവ് വിധവയുടെ മകനെ ഉയർപ്പിച്ചതുപോലെ എലീശായിലൂടെ 2 ഉയർപ്പ് നടക്കേണ്ടത് ആവശ്യമാണ്. ഉയർപ്പ് നടക്കണം, എന്തോ സംഭവിക്കണം? മരണം സംഭവിച്ചാലേ പറ്റത്തുള്ളൂ. നോക്കി, അതാ ദൈവം അവനെ അറിയിക്കാതിരുന്നത്. ഇന്നലകളിൽ പ്രിയ ദൈവഭീതരെ, നിന്നെ ദൈവം അറിയിച്ചില്ല എന്നുള്ള കാരണത്താൽ ഏതെങ്കിലും തിക്താനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന് അതിൻ്റെ വേദന പേറി നീ നടക്കുന്നുണ്ടെങ്കിൽ, ഇല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ട സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ഇന്നലകളിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന, അപ്രതീക്ഷിതമായി വന്ന ചില ആഘാതങ്ങളുടെ, പ്രത്യാഘാതങ്ങളുടെ, പ്രയാസങ്ങൾ നിമിത്തം ഭാരപ്പെടുന്ന ചിലർക്ക് വേണ്ടി ഈ ദിവസങ്ങൾ അതിനെ ദൈവം അനുകൂലമാക്കി മാറ്റുവാനായിട്ട് പോകുകയാണ്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. നേരെ എലീശ
ആ ഭവനത്തിലേക്ക് വരികയാണ്. അപ്പോഴാണ് അവർ പോലും, ആ വീട്ടുകാർ പോലും അറിയുന്നത് കുഞ്ഞ് മരിച്ചുപോയെന്നുള്ള കാര്യം. ഹാലലി, അവിടെ നിന്ന് ആരെ അറിയിച്ചൊന്നുമില്ല. എലീശ അകത്ത് കയറി കതകടച്ചിട്ട് ആ കുഞ്ഞിൻ്റെ മേൽ വീണ് തഴുകി അവൻ പ്രാർത്ഥിക്കാനിടയായി തീർന്നു. ഏലിയാവ് ചെയ്തതുപോലെ എലീശ അവിടെ ചെയ്യുകയാ. എന്ത് സംഭവിച്ചു? അവൻ എഴുന്നേറ്റ് 7 പ്രാവശ്യം തുമ്മി അവൻ ജീവനിലേക്ക് മടങ്ങി വന്നു. ആ കുഞ്ഞിനെ ശൂന്യകാലത്തേക്ക് ഏൽപ്പിച്ചു കൊടുക്കാനിടയായി തീർന്നു. അതേ പ്രിയ ദൈവത്തിലെ, നിന്റെ കണ്ണുനീര് വൃഥാവാകത്തില്ല, നിന്റെ പ്രാർത്ഥന വൃഥാവാകത്തില്ല. ഫുൾ സ്റ്റോപ്പായി തീർന്നു, ഫിനിഷ് എന്ന ലോകം വിധി എഴുതിയ സ്ഥാനത്തില്ല. ആമേൻ. ഫുൾ സ്റ്റോപ്പിനെ കോമയാക്കിയിട്ട് ദൈവത്തിന് വലിയ മാറ്റം വരുത്തുവാൻ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരാൻ ദൈവം വിശ്വസ്തനാണ്. ആ ദൈവവരങ്ങളിൽ ഈ പ്രഭാതത്തെ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പറയാം, കർത്താവേ, നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു തരണം. ആത്മീകമായി നിങ്ങൾ മരവിച്ചിരിക്കുവാണോ? ആത്മീകമായിട്ട് നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നൊക്കെ തോന്നുന്നുണ്ടോ? മടക്കിത്തരാൻ ദൈവശക്തനാ. പരിശുദ്ധാത്മാവ് തന്നിൽ വിശ്വസിച്ച ആമേൻ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ആ ജീവൻ വ്യാപരിക്കാനിടയായിത്തീരും. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറയുക, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കുമെന്ന് വചനത്തിൽ കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന്, തിരുവെഴുത്ത് പറയുന്നവൻ്റെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ പറയുന്നൊരു വാക്യം ഇങ്ങനെയാണ്, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. നിശ്ചയമായിട്ടും ദൈവം അത് ശക്തനാണ്, ദൈവം അത് വിശ്വസ്തനാണ്. ആ ദൈവവരങ്ങളിൽ പിന്നെയും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം ഞങ്ങൾക്ക് ദാനമായിട്ട് തന്നതോർത്ത് സ്തോത്രം. ഇടപെട്ട ദൈവിക ദൂതിനായിട്ട് സ്തോത്രം. അറിയിച്ച ദൈവശബ്ദത്തിനായിട്ട് സ്തോത്രം. കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ജീവൻ വ്യാപരിക്കട്ടെ. നഷ്ടപ്പെട്ട ആത്മീയ ജീവിതം, ഭൗതിക ജീവൻ എല്ലാം ദൈവമേ തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങൾ സംഭവിക്കണം, കൃപയിൽ മറയ്ക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.